ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോണത്. ഈ ഒരു ബോട്ടിൽ ഞാൻ എങ്ങനെയാണ് ചെയ്തെടുത്തതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോണത്. ആദ്യം തന്നെ നമുക്കൊരു ഗ്ലാസ് ബോട്ടിൽ വേണം. ഇത് ഞാനൊരു പ്രാവശ്യം ഓയിൽ വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ബോട്ടിലാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു പിക്ചറാണ്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമുള്ള പിക്ചർ പ്രിൻ്റ് എടുക്കാം. അതല്ലെങ്കിൽ പഴയ മാഗസീൻസിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇഷ്ടമുള്ള ഏതെങ്കിലും പിക്ചർ കാണുകയാണെങ്കിൽ അത് കട്ട് ചെയ്തെടുത്തിട്ടും ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് ഗ്ലോസി ആയിട്ടുള്ള പേപ്പറുള്ള ബുക്ക് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമ്മൾ ഈ ഒരു പിക്ചർ ഈ ബോട്ടിലിൽ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യണത്. ഏത് വൈറ്റ് ഗ്ലൂ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ബോട്ടിലിൻ്റെ നടുക്കിലായിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് പിക്ചർ ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലത്തെ ഷേപ്പുള്ള ബോട്ടിൽ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഉരുണ്ട ഷേപ്പിലുള്ള ബോട്ടിലായാലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ ഈ പിക്ചർ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഗ്ലൂ ഇതിൻ്റെ മേലെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നന്നായിട്ട് കവർ ചെയ്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു പിക്ചർ ഇതിൽ നന്നായിട്ട് ചേർന്നിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പ്രാവശ്യം ഈ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗ്ലൂ കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ ഒന്ന് ഒപ്പിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ആവശ്യമുള്ളത് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ചെറിയ പീസുകളായിട്ട് കീറിയെടുക്കാം. എന്നിട്ട് ഈ ബോട്ടിലിൻ്റെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂവിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ഗ്ലൂവിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റില്ല. വെള്ളവും ഗ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു ഗ്ലൂ വെച്ചിട്ട് വേണം ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക. ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെയും കൂടി കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. ഇതേപോലെ ഈ ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിതിൻ്റെ അടപ്പും കൂടി കവർ ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് വേഗം ഒട്ടിച്ചിട്ട് വരാം. ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ചുറ്റുമുള്ള എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അടുത്തതായിട്ട് ആവശ്യമുള്ളത് എയർ ഡ്രൈ ക്ലേ ആണ്. ഞാനിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എയർ ഡ്രൈ ക്ലേ ആണ് യൂസ് ചെയ്യണത്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം. ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അത് കണ്ടു നോക്കിയിട്ട് അങ്ങനെ ക്ലേ ഉണ്ടാക്കിയാലും മതി. ഈ ഒരു ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ കുറച്ച് ക്ലേ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ ക്ലേ എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കുക. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. താഴ്ഭാഗത്ത് ചുറ്റും വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ മാത്രം ഒട്ടിച്ചാലും മതി. ഞാനിതിപ്പോൾ ഇത്രയും ഭാഗത്താണ് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് കല്ലുകൾ പോലെ തോന്നുന്ന രീതിയിലാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് ക്ലേ എടുത്ത് ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ടേബിളിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടാൽക്കം പൗഡർ ഒന്ന് തൂവി കൊടുത്തിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. നമ്മൾ മരമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പോൾ മരത്തിന് എത്രത്തോളം സൈസ് വേണമെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഉരുട്ടിയെടുക്കുക. അതായത് തിന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തിന്നാക്കി നമ്മൾ കൈവച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതെവിടെയാണ് ഒട്ടിച്ച് കൊടുക്കേണ്ടത് ആ ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് വേണം ഇത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. ക്ലേ ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കും വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഒട്ടിയിരിക്കുമല്ലോ എന്ന്. പക്ഷേ ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ അടർന്ന് വീഴും. അതുകൊണ്ട് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് വേണം ഇത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. നമുക്കിഷ്ടമുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊമ്പും ചില്ലകളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഷേപ്പൊന്നുമില്ല. നമ്മളുടെ ഒരു യുക്തിക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ച് കൊടുക്കുക. കുറച്ച് തിന്നായതും അതുപോലെ തിക്കായതൊക്കെ ആയിട്ടുള്ള മരത്തിൻ്റെ കൊമ്പും ചില്ലകളൊക്കെ ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ മരത്തിന് കുറച്ച് ഇലകളൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യണ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യണത്. കുറച്ച് ക്ലേ എടുക്കുക, ഇതേപോലെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. നമുക്ക് ബാംബൂ സ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരു കൂട്ടം ഇലകൾ ഇങ്ങനെ നിൽക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ രീതിയിൽ എവിടെയൊക്കെയാണോ നമുക്ക് ഇലകൾ വേണ്ടത് അവിടെയൊക്കെ ഇതേപോലെ ഇലകൾ വെച്ച് കൊടുക്കാം.
ഇനി ഇതെല്ലാം ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണങ്ങാനായിട്ട് കുറച്ച് സമയമെടുക്കും. നമ്മൾ വിചാരിക്കും ഉണങ്ങിയിട്ടുണ്ടെന്ന്, കാരണം പുറം ഭാഗമൊക്കെ വേഗം ഉണങ്ങിയിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നനവുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ 1-2 ദിവസം വെയിലത്തൊക്കെ വെച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണെങ്കിൽ പ്രത്യേകിച്ച് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതുപോലത്തെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ എയർ ഡ്രൈ ക്ലേ ആണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നമില്ല. ഒരു 5-6 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് അത് ഉണങ്ങിയിട്ടുണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് ഉണങ്ങാനായിട്ട് വെക്കാം. ഞാനിവിടെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരല്പം വൈറ്റ് കളർ പെയിൻ്റ് എടുത്തിട്ട് ഒരു സ്പഞ്ച് യൂസ് ചെയ്ത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ ബ്ലാക്ക് കളർ പെയിൻറ്റ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മേലെ കൂടിയാണ് നമ്മൾ ചെറുതായിട്ട് വൈറ്റ് കളർ വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ആ ബ്ലാക്കും വൈറ്റും കൂടി ഒന്ന് മിക്സ് ആയിട്ട് ഗ്രേ ഷെയ്ഡ് പോലെ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് ഉണങ്ങിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേ കളർ ഉണ്ടാക്കിയെടുക്കുക. ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്ത് ഗ്രേ കളർ ആക്കി എടുത്തിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ, സ്പഞ്ച് വെച്ചിട്ട്. ഇനി ഞാൻ ഈ ബോട്ടിലിൻ്റെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. അതായത് ഈ ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിലും അതേപോലെ ഈ മരത്തിൻ്റെ കൊമ്പുകളും ഇലകളൊന്നും ഇല്ലാത്ത ബാക്കിയുള്ള എല്ലാ ഭാഗം ഉണ്ടല്ലോ, അവിടെ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുക. ഈ ഇലകളിലെല്ലാം ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ ഡാർക്ക് ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഒരു സ്പഞ്ച് യൂസ് ചെയ്ത് ലൈറ്റ് ഗ്രീൻ കളർ അതിൻ്റെ മേലെ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലൈറ്റ് ഗ്രീൻ കളർ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡാർക്ക് ഗ്രീനിൻ്റെ ഉള്ളിൽ കുറച്ച് യെല്ലോ കളർ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഈ മരത്തിൻ്റെ കൊമ്പുകൾക്കെല്ലാം ബ്രൗൺ കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ ഡാർക്ക് ബ്രൗൺ ഉണ്ടെന്ന് വെച്ചാൽ ആ കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ നടുക്കിലായിട്ട് നമ്മൾ ലൈറ്റ് ബ്രൗൺ കളർ പെയിൻറ്റ് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി രസമുണ്ടാവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാനൊരു ലൈറ്റ് ബ്രൗൺ കളർ വെച്ചിട്ട് ഇതിൻ്റെ നടുക്കിൽ കൂടെ നമ്മളിപ്പോൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത ആ ബ്രൗണിൻ്റെ നടുക്കിൽ കൂടെ എല്ലാ കൊമ്പുകളിലും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നമ്മുടെ സിംഹത്തിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് ഗ്രേ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഒരു സ്പഞ്ച് യൂസ് ചെയ്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പെയിൻ്റെല്ലാം ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾക്ക് കുറച്ച് വാർണിഷ് ഇതിൽ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യണത് പെബിയോടെ പിക്ചർ വാർണിഷാണ് കേട്ടോ. സ്പ്രേ വാർണിഷാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു വാർണിഷ് വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ ഇതുപോലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.